കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെയും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുടെയും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് തകൃതിയായിട്ട് പഠിക്കേണ്ടുന്ന സമയമാണ്. ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ എന്നുള്ള ഒരു കടമ്പ കടന്നാൽ മാത്രമേ നമുക്ക് മെയിൻസിലേക്കുള്ള ഈ കമ്പനി ബോർഡ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID, എക്സൈസ് ഇൻസ്പെക്ടർ, SI തുടങ്ങിയ മെയിൻസ് പരീക്ഷകൾ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ പ്രിലിമിനറി പരീക്ഷ കടക്കാൻ വേണ്ടുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻ കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കാനായിട്ട് പോവുകയാണ്. നമ്മളൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എത്രത്തോളം അത് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതിൽ സംശയമുണ്ട്. ഓരോരുത്തർക്കും കിട്ടുന്ന സമയം ഡിഫറെൻ്റ് ആണ്. വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ട്, കുട്ടികളുള്ളവരുണ്ട്. സോ ഓരോരുത്തരുടെയും കണ്ടീഷൻ ഡിഫറെൻ്റ് ആണ്. സോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് നാളെ മുതൽ, ഇന്ന് നിങ്ങൾ ഏത് ദിവസമാണോ ഈ ഒരു വീഡിയോ കാണുന്നത്, തൊട്ടടുത്ത ദിവസം മുതൽ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതും ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്കായിട്ടുള്ള പ്രിപ്പറേഷൻ. ഈ പ്രിപ്പറേഷന്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ സ്വന്തമായിട്ട് സെറ്റ് ആക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ട്രസ്റ്റ് മീ, ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ആ എക്സാം വരെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രിലിംസും ക്രാക്ക് ചെയ്യാൻ പറ്റും, മെയിൻസിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് പോകാനും സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുക? നമ്മുടെ സിലബസ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് 2025 കോമൺ പ്രിലിമിനറി എക്സാം എന്ന് പറഞ്ഞ ഈ ഒരു ടൈറ്റിലിൽ കിടക്കുന്ന ഒരു സിലബസ് ഉണ്ട്. ഈ സിലബസ് എന്ത് ചെയ്യുക? ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ഡിഗ്രി പ്രിലിംസ് 2025 സിലബസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ സിലബസ് കിട്ടും. സോ അത് ഡൗൺലോഡ് ചെയ്ത് ഫോണിലോ ലാപ്പിലോ ഇട്ടിരിക്കുകയല്ല വേണ്ടുന്നത്. എന്ത് ചെയ്യുക? പ്രിന്റ് എടുത്ത് കൈവശം വെക്കുക. ഓക്കെ, പ്രിന്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ആദ്യം തന്നെ അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് അതിനകത്തേക്ക് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാം. ഒരു തവണയോ രണ്ട് തവണയോ അല്ല, നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം നിങ്ങൾ ആ സിലബസിലൂടെ കടന്നു പൊയ്ക്കൊണ്ടേയിരിക്കുക. അപ്പൊ നിങ്ങൾക്കൊരു ധാരണ കിട്ടും എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത്. മുമ്പത്തെ വർഷങ്ങളിൽ പ്രിലിമിനറി പരീക്ഷ എഴുതിയവർക്ക് ഇതൊക്കെ കാണാപ്പാടമായിരിക്കും അല്ലെ, ഈ സിലബസ് ഒക്കെ കാണാപ്പാടമായിരിക്കും. അപ്പോൾ പുതിയതായിട്ട് വരുന്നവരോട് പറയാണ്, സിലബസ് നല്ല വൃത്തിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് മാത്രം നമ്മൾ പഠിച്ചിട്ട് പോയാൽ മതി. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ പ്രിലിമിനറി പരീക്ഷയ്ക്കായിട്ടുള്ള UPSC റെഫറൻസ് ബുക്കുകളൊക്കെ എടുത്തു വെച്ച് പഠിക്കുകയാണെങ്കിൽ അത്രത്തോളം ഡീപ്പായിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു കട്ട് ഓഫ് കിട്ടിയാൽ മാത്രം മതി, നമുക്ക് മെയിൻസിലേക്ക് ചാടി കയറാനായിട്ട് പറ്റും. ആ ഒരു മാർഗം മാത്രമാണ് പ്രിലിംസ്. പിന്നെ ഇവിടെയും പ്രിലിംസിലും മെയിൻസിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പൊ നമ്മൾ മെയിൻസിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ട് കുറച്ച് കുറഞ്ഞു നിൽക്കും. അതൊക്കെ നമുക്ക് റിവിഷൻ ചെയ്ത് പോകാനും സാധിക്കും. ഓക്കെ, അപ്പൊ ആദ്യം ചെയ്യേണ്ടത് സിലബസ് നല്ല കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. മാത്സും ഇംഗ്ലീഷും ആണ് 20 മാർക്ക്, അതായത് 40 മാർക്ക്. നമ്മുടെ ആ ഒരു പരീക്ഷയുടെ 40% മാർക്ക് എവിടെ ഇരിക്കുകയാണ്? മാത്സിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഇരിക്കുകയാണ്. ഈ സബ്ജക്ട് ബുദ്ധിമുട്ടായിട്ടുള്ളവരൊക്കെ എന്തൊക്കെയാണ് ഇനി അങ്ങോട്ടേക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ 40 മാർക്കാണ് മാത്സും ഇംഗ്ലീഷും വരുന്നത്. അത് കഴിഞ്ഞാൽ 10 മാർക്ക് വെച്ച് വരുന്നത് എന്താണ്? നമ്മുടെ മലയാളം 10 മാർക്ക് വരുന്നുണ്ട്. പിന്നെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ഒരു 10 മാർക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹിസ്റ്ററിയും കൂടെ ഒരു 10 മാർക്ക് വരുന്നുണ്ട്. സോ ഇതൊക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും അല്ലേ. പക്ഷേ ഹിസ്റ്ററി, ജോഗ്രഫി, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ നമുക്ക് എന്താണ് മെയിൻസിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകളാണ്. സോ അത് നമ്മൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി മാത്രമേ ഉള്ളൂ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ഇല്ലാത്തത്. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങോട്ടുണ്ട് മെയിൻസിലേക്ക് പോകുമ്പോൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം? നല്ലതുപോലെ ഓരോ സബ്ജക്റ്റും എടുത്തിട്ട് അതിനകത്ത് ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കാനുണ്ടെന്നുള്ള കാര്യം നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിലബസിൽ നിന്നല്ലാതെ
പുറത്ത് നിന്ന് നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് സിലബസ് നമ്മൾ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ആപ്പ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് പഠിച്ചോ അല്ലെങ്കിൽ റാങ്ക് ഫയൽ വെച്ച് പഠിച്ചോ. റാങ്ക് ഫയലിൽ അത്രത്തോളം കംപ്ലീറ്റ് ആകത്തില്ല. ഞാൻ ആദ്യം തന്നെ പറയുന്നു, റാങ്ക് ഫയലിനേക്കാളും പുറത്ത് നിന്നും ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ക്ലാസ് കണ്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സിലബസിൽ നിന്നും പുറത്തേക്ക് നിന്ന് നമ്മൾ എന്തൊക്കെ കളക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ദിവസങ്ങളോളം അപ്ഡേറ്റ് ആയി പൊക്കോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിപ്പോൾ നമുക്ക് 2026 ഏപ്രിൽ മെയ് മാസത്തിലാണ് പരീക്ഷ വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, 2025 ഫുള്ള് പഠിക്കണം. 2026 ജനുവരി ഫെബ്രുവരി ഒക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും അല്ലേ. സോ അതെന്ത് ചെയ്യാം, മാക്സിമം നിങ്ങൾ പുറത്തു നിന്നുള്ള സോഴ്സ്, ഇപ്പം നിങ്ങൾ എൻട്രിയിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ PDF കാര്യങ്ങളും മന്ത്ലി PDF ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി കിട്ടിയിട്ടില്ല എങ്കിൽ അവിടെ സ്റ്റഡി പ്ലാനിൽ ഇതിന്റെ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ഇനി അതും അല്ലെങ്കിൽ ഇതിന്റെ യൂട്യൂബിൽ ഇതിന്റെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അർച്ചന മിസ്സിന്റെ ബ്ലോക്ക് ബസ്റ്റർ സീരീസ് നടക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ 7:30 തിങ്കൾ മുതൽ വെള്ളി വരെ. അപ്പോൾ അത് നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് ഫോളോ ചെയ്താൽ ഡിസംബർ ജനുവരി ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്കുള്ള കറണ്ട് അഫയേഴ്സ് കവർ ആവും. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പിന്നോട്ടേക്കുള്ളത് മാത്രം നോക്കിപ്പോയാൽ മതിയാകും. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല SCRT NCRT നമ്മൾ പഠിക്കണം. SCRT എന്ന് പറയുമ്പോൾ 1 to 10th സ്റ്റാൻഡേർഡ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, അതും സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോയേ പറ്റുള്ളൂ. അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് പ്രിലിമിനറി പരീക്ഷയ്ക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് ഒന്നും പഠിക്കാനില്ല. പക്ഷേ അത് നമ്മളിപ്പം കുറച്ച് വിധം പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഉപകരിക്കും, 10th ലെവൽ പരീക്ഷകൾക്ക് ഉപകരിക്കും. അതുപോലെ കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് ഉപകരിക്കും. മാത്രമല്ല നമ്മുടെ ഡിഗ്രി മെയിൻസിലേക്ക് പോകുമ്പോൾ അവിടെയും ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് ഉണ്ടാകും. അവിടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും ഉപകരിക്കും. അതുകൊണ്ട് ഒന്നും ചെറുതല്ല എന്ന് മനസ്സിലാക്കുക. ബേസിക് സയൻസും സോഷ്യൽ സയൻസും ഒക്കെ SCRT പഠിക്കുക. NCRTയുടെ കമ്പ്യൂട്ടറും കാര്യങ്ങളും സോഷ്യൽ സയൻസും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ NCRT ഓൾമോസ്റ്റ് കവർ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടെ കവർ ചെയ്യാനുള്ള സമയം ഉണ്ടോ എന്നുള്ളത്. സമയം വളരെ കുറവാണ്. ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് കാര്യങ്ങളും കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഇപ്പൊ നിങ്ങളൊരു SCRT ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്തിരുന്ന് സൈറ്റിൽ നിന്ന് വായിച്ച് പഠിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കി. അത്രത്തോളം ആ ടെക്സ്റ്റ് ബുക്കിൽ വേണ്ടാത്ത ഒരുപാട് സെന്റൻസുകളുണ്ട്. അതെല്ലാം വായിച്ച് നമ്മൾ എന്ത് ചെയ്യായിരിക്കും, സമയം കളയായിരിക്കും അല്ലെ. പകരം എന്ത് ചെയ്യാം, ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ബുക്കുകൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള SCRT ക്ലാസ്സസ് കാണുക, അതിന്റെ നോട്ട് വായിക്കുക. അപ്പൊ നമുക്ക് PSC ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്നുള്ള രീതിയിൽ മാത്രം നമുക്ക് മതിയായിരിക്കും. അല്ലാതെ വാരി വലിച്ച് വായിച്ച് നമ്മുടെ സമയം കളയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. സെയിം പാറ്റേൺ തന്നെ NCRTയിൽ ഫോളോ ചെയ്യുക. മാത്രമല്ല നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ കയറിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അതൊരു OMR ഷീറ്റ് ഓൺലൈൻ ആയിട്ടോ ഓഫ്ലൈൻ ആയിട്ടോ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാം, അതിനകത്ത് മാർക്ക് ചെയ്ത് നിങ്ങൾ ടൈമറൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ PYQs പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ എൻട്രി ആപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിനകത്ത് ഒരുപാട് ലക്ഷക്കണക്കിന് ചോദ്യങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തി കുറച്ച് നേരം എക്സാമിന് വേണ്ടി മാറ്റി വെച്ചാൽ അവിടെ കറക്റ്റ് ആയിട്ട് മാർക്ക് നിങ്ങൾക്ക് മറ്റേതുപോലെ കൗണ്ട് ചെയ്ത് നോക്കേണ്ട കാര്യം വരുന്നില്ല. കറക്റ്റ് മാർക്കും അതുപോലെ തന്നെ ആ ഒരു നെഗറ്റീവ്സും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി ടൈം മാനേജ്മെന്റും കൊണ്ടുവന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതെല്ലാം മാക്സിമം പ്രയോജനപ്പെടുത്തുക. എൻട്രി ആപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ക്ലാസ് കേൾക്കാനുള്ളത് മാത്രമല്ല, നിങ്ങളത് മനസ്സിലാക്കുക. അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് എക്സാംസുകളുണ്ട്, ഒരുപാട് മോക്ക് ടെസ്റ്റുകളുണ്ട്. ഇതെല്ലാം നിങ്ങൾ ആ ഒരു ആപ്പിൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് ചെയ്യാനും സാധിക്കും. ഓക്കെ, അത് ഇടയ്ക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എന്നിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അതെല്ലാം കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട്, നിങ്ങളുടെ കയ്യിൽ നമ്മുടെ ഡിഗ്രി പ്രിലിമിനറിയുടെ സിലബസ് ഉണ്ട്. മാത്രമല്ല കറണ്ട് അഫയേഴ്സ് എവിടെ നിന്നൊക്കെ കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട്, നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. SCRT NCRTയുടെ കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. PYQsന്റെ കാര്യം നിങ്ങളുടെ കയ്യിൽ സേഫ് ആയി. അപ്പൊ എന്തൊക്കെ കവർ ചെയ്യണം എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് പോകാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, നോ യുവർ എക്സാം പാറ്റേൺ ആൻഡ് സിലബസ്. വെറുതെ ഇതെല്ലാം കയ്യിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല. എങ്ങനെയൊക്കെയാണ് എക്സാമിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് സിലബസ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, വർഷങ്ങളായിട്ട് PSC പരീക്ഷ എഴുതുന്നവർക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ട്. പക്ഷെ പുതിയതായിട്ട് PSCയിലേക്ക് ഇറങ്ങി വരുന്നവർക്കാണ് എന്ത് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ള ഒരു ഡൗട്ട് ഒക്കെ വരുന്നത്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ സ്റ്റെപ്പിൽ ആ PYQs ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാൻ പഠിച്ചു തുടങ്ങുന്നതല്ലേ ഉള്ളൂ, അതിനകത്ത് എനിക്ക് ഒന്നും അറിയത്തില്ലല്ലോ,
പഠിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ PYQ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിലപ്പോൾ ആ എക്സാമിന് ചിലപ്പോൾ നെഗറ്റീവ് മാർക്ക് ആയിരിക്കും, 0 മാർക്ക് ആയിരിക്കും, കുഴപ്പമില്ല, കുറെ ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ, കണ്ടു കഴിഞ്ഞ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നീട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിരുന്നു, PSC പരീക്ഷയ്ക്ക് അത് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്ക് പിന്നീട് ആ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരും. അതിന് വേണ്ടിയിട്ടാണ് PYQs പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ ആ ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പഠിച്ച് ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുന്തോറും എഴുതുന്ന പരീക്ഷകൾക്ക് നമുക്ക് എന്ത് കയറും, മാർക്ക് കയറി വരും അല്ലേ. സോ ആ ഒരു പാറ്റേൺ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ എക്സാം പാറ്റേൺ നല്ല വൃത്തിയായിട്ട് അറിഞ്ഞു വെച്ചിരിക്കുക. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ കുറെ ചോദ്യങ്ങൾ എടുത്ത് വായിച്ചു നോക്കുക. ചിലപ്പം ആൻസേഴ്സ് ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, എന്നിരുന്നാലും എന്ത് ചെയ്യുക, ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. റീസെന്റ് ആയിട്ട് നടന്ന ഡിഗ്രി പ്രിലിമിനറി ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ഈ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ സോൾവ് ചെയ്തിരിക്കണം, എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 3 കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ കയ്യിൽ എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി, ആ ഒരു സിലബസ് നല്ല വൃത്തിയായിട്ട് നമ്മൾ മനസ്സിലാക്കി, ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട് എന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുക. ഒന്നും ഒരു ധാരണയില്ലാതെ വെറുതെ ബുക്ക് തുറന്നിരിക്കുകയല്ല വേണ്ടുന്നത്. കൃത്യമായിട്ടുള്ളൊരു ടൈം ലൈൻ നമ്മുടെ മുന്നിൽ ഉണ്ടാകണം. പരീക്ഷയ്ക്ക് ഇനി എത്ര സമയമുണ്ട്, എത്ര നാളുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതിനനുസരിച്ചുള്ള ഒരു പ്ലാൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിലാണെങ്കിൽ, ഏപ്രിൽ മെയ് ടൈമിലായിരിക്കാം ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ നടക്കാൻ സാധ്യതയുള്ളത്. ഫെബ്രുവരി വരെയുള്ള പരീക്ഷാ കലണ്ടറാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വരെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മാർച്ചിലേക്ക് കലണ്ടർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏപ്രിൽ മാസത്തിലാണ് എക്സാം എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മുന്നിൽ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയം ഡിസംബർ ആണ്. സോ ഡിസംബർ ടു ഫെബ്രുവരി നമുക്ക് എന്ത് ചെയ്യാം, സിലബസ് കവർ ചെയ്യാനുള്ള സമയമുണ്ട്. ഡിസംബർ ടു ഫെബ്രുവരി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ PSCയുടെ ആ ഒരു ഡിഗ്രി പ്രിലിംസ് സിലബസ് കവർ ചെയ്യാം. ആൻഡ് മാർച്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, മൊത്തത്തിൽ റിവിഷൻ ചെയ്യാം. ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് മാർച്ചിൽ മാറ്റി വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഒന്ന് കറക്റ്റായിട്ടൊരു പ്ലാൻ നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ, അതായത് ഡിസംബർ 1 മുതൽ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുകയാണ്, നമ്മൾ റിവിഷൻ ചെയ്യുന്നു, നേരെ പോയി എക്സാം എഴുതുന്നു. കൃത്യമായിട്ട് ആ ഒരു ടൈം ലൈൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഇല്ലാതെ ഒരു ഐഡിയയും ഇല്ലാതെ വെറുതെ ബുക്ക് തുറന്നിരിക്കുന്നു, എന്തൊക്കെയോ പഠിക്കുന്നു, എന്നിട്ട് എപ്പോഴൊക്കെയോ എക്സാം ആണെന്ന് ചിന്തിക്കുന്ന പോലും ഇല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സ്പീഡ് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ പതിയെ എഴഞ്ഞ് പോത്തേ ഉള്ളൂ. ഇപ്പോഴത്തെ പരീക്ഷ ആയിരിക്കത്തില്ല ചിലപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്, 2030 പരീക്ഷ വല്ലതും ആയിരിക്കും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് കേട്ടോ, അങ്ങനെ പോവുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ അതൊക്കെ വിട്ടേരം, നമുക്ക് ഈ ഒരു ചാൻസ് നമ്മൾ വിട്ട് കളയരുത്. ഒരുപാട് പരീക്ഷകൾക്ക് നമുക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ്, നല്ല വൃത്തിയായിട്ട് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പൊ നമ്മൾ അത് കഴിഞ്ഞു, നമ്മളൊരു പ്ലാൻ സെറ്റായി, എന്നത്തേക്കാണ് എക്സാം എന്ന് നമുക്ക് മനസ്സിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട്, ഒരു പ്ലാൻ ഉണ്ട്. അങ്ങനെയെങ്കിൽ ബ്രേക്ക് ഡൗൺ വീക്ക്ലി സ്റ്റഡി സ്കെഡ്യൂൾ. എന്ത് ചെയ്യാ, നമ്മൾ ഒരു സ്റ്റഡി സ്കെഡ്യൂൾ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, സ്റ്റഡി സ്കെഡ്യൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും കിട്ടുന്ന സമയം ഡിഫറെൻ്റ് ആണ്. വീട്ടമ്മമാരുണ്ട്, കൊച്ചുകുട്ടികൾ, പൊടി കുഞ്ഞുങ്ങളുള്ളവരുണ്ട്, വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ട്, അങ്ങനെ പല കാറ്റഗറീസ് ഉള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്ലാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരികയല്ല ചെയ്യുന്നത്, നിങ്ങൾ സ്വന്തമായിട്ടൊരു പ്ലാൻ സെറ്റ് ആക്കുകയാണ് വേണ്ടുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, അന്ന് ഫെബ്രുവരി വരെയുള്ള അല്ലെങ്കിൽ മാർച്ച് വരെ ഉള്ള ടൈം ടേബിൾ ഇരുന്ന് എഴുതി തയ്യാറാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, അടുത്തൊരാഴ്ചയിലേക്കുള്ള ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കുക. അങ്ങ് നീണ്ട് ഒരു മാസത്തേക്കുള്ളതൊന്നും ഇരുന്ന് തയ്യാറാക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരാഴ്ചത്തേക്കുള്ള സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. ആ ആഴ്ചയിലെ സ്റ്റഡി പ്ലാൻ നല്ല വൃത്തിയായിട്ട് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ടൈമിനുള്ളിൽ ആ എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ ബ്രേക്ക് ഡൗൺ വീക്ക്ലി സ്റ്റഡി സ്കെഡ്യൂൾ ആണ് അവിടെ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റഡി സ്കെഡ്യൂൾ സെറ്റ് ആക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ആഴ്ചയിലെ 7 ദിവസവും അങ്ങ് ഇരുന്ന് പഠിക്കുകയല്ല വേണ്ടുന്നത്, കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാകണം. 5 ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു അല്ലേ. അതിനുശേഷം ഒരു ദിവസം നമ്മൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. ഇനി ഒരു ദിവസം നമ്മൾ PYQസും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും പഠിക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കുക. അപ്പൊ ഇതിലൂടെ കുറെ പോർഷൻസ് കവർ ആകും. റിവിഷൻ ചെയ്യുമ്പോൾ ഇത് നമുക്ക് സെറ്റ് ആകും. പ്ലസ് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഈ ദിവസം കൊണ്ട് കുറെ അഡീഷണൽ ഫാക്ട്സ് കൂടി പഠിച്ചു പോകാൻ സാധിക്കും. അപ്പൊ ഈ ഒരു പ്ലാൻ നല്ലതുപോലെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, എക്സാം വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ടോപ്പിക് നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ ഈ 2 പാറ്റേണിലൂടെ നിങ്ങൾക്ക്
കവർ ചെയ്ത് പോകാൻ സാധിക്കും കേട്ടോ. ഇനി ഒരു ദിവസം ഒറ്റൊരു സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ നമുക്ക് ഒരു ആവർത്തന വിരസത തോന്നാം, മടി തോന്നാം, ബോറടി തോന്നാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഒരു ടോപ്പിക്ക് പഠിക്കുന്നു. ഇപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഹിസ്റ്ററി പഠിക്കുകയാണ്. ഓക്കെ, 5 മണി തൊട്ട് ഒരു 6-7 മണി വരെ ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും മനുഷ്യനല്ലേ, സ്വാഭാവികമായും എന്തുണ്ട്, ബോറടിക്കും അല്ലെ. ഒരു സബ്ജക്ട് തന്നെ കുറെ നേരം കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ്, ബോറടിക്കും. അപ്പൊ കുറെ പേര് ചെയ്യുന്ന കാര്യമുണ്ടോ, എനിക്കിത് പഠിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൊണ്ട് ഇത് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കുന്നു. പക്ഷെ അതെന്താണ്, വേസ്റ്റ് ഓഫ് ടൈം ആണ് അല്ലെ. നമ്മുടെ തലയിലോട്ട് കയറത്തില്ല. നമ്മൾ ബുക്ക് കൊണ്ടിരിക്കുന്നു, പ്രാക്ടിക്കലി നമ്മൾ അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ, നമ്മുടെ ബ്രെയിൻ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു പോയിന്റിൽ എത്തുകയാണെങ്കിൽ നമുക്ക് അത് അങ്ങോട്ടേ തലയിലേക്ക് കയറുന്നില്ല, ബോറടിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ക്ലോസ് യുവർ ബുക്സ്. ആ ബുക്ക് അടച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അടുത്ത ആ ഒരു സബ്ജക്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരുന്നു ബോറടിക്കുന്നെങ്കിൽ അടുത്ത 1 മണിക്കൂർ എന്ത് ചെയ്യാം, ആ മാത്സ് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. സ്വാഭാവികമായും 1 മണിക്കൂർ ആകുമ്പോൾ മാത്സും ബോറടിക്കും. അപ്പൊ എന്ത് ചെയ്യുക, തിരിച്ച് ഹിസ്റ്ററിയിലേക്ക് വരിക. അങ്ങനെ 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 നമ്മൾ ഒരു ദിവസം ഒരു 2-3 സബ്ജക്ട് മാറി മാറി പഠിക്കാൻ തയ്യാറാവുക. അപ്പൊ നമുക്ക് മാക്സിമം എഫക്റ്റീവ് ആയിട്ട് ആ ഒരു ദിവസത്തെ കൊണ്ടുപോകാൻ സാധിക്കും. വെറുതെ നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ആയി പോകത്തില്ല. ഇതിനിടയ്ക്ക് എന്ത് ചെയ്യുക, ബ്രേക്സ് എടുക്കുക. ബ്രേക്ക് എടുത്തിട്ട് കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ കുറച്ച് വൊക്കാബുലറീസ് ഒക്കെ കുറച്ച് വീതം പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് 4 to 5 hours മിനിമം. ഓക്കെ, മിനിമം 4 മുതൽ 5 മണിക്കൂർ വരെ ഇനി അങ്ങോട്ട് ഇരുന്നേ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആ ഒരു പ്രിലിമിനറി പരീക്ഷ കടക്കാൻ പറ്റില്ല. കാരണം കോമ്പറ്റീഷൻ അത്രയും കൂടുതലാണ്, അത്രയും ആൾക്കാർ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്നു പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷമൊക്കെ ജസ്റ്റ് മിസ്സിന് പോയ ഒരുപാട് പേരുണ്ട്. ആ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റാതെ ജസ്റ്റ് മിസ് ആയിട്ട് ഔട്ടായി പോയവരുണ്ട്. അപ്പൊ അവരൊക്കെ ആയിട്ടാണ് നിങ്ങളിപ്പോ പരീക്ഷ എഴുതാൻ പോകുന്നത്. നിങ്ങൾക്ക് 2 മണിക്കൂറേ പഠിക്കാൻ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞത് നിങ്ങളുടെ മാത്രം ഒരു എക്സ്ക്യൂസ് ആണത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആ എക്സ്ക്യൂസ് പറഞ്ഞു എന്നും പറഞ്ഞ് PSC നിങ്ങൾക്ക് ജോലിയൊന്നും നേടിത്തരത്തില്ല. ഓക്കെ, അത് നിങ്ങളുടെ എക്സ്ക്യൂസ് ആണ്, നിങ്ങളുടെ സാഹചര്യമാണ്. ആ സാഹചര്യം എങ്ങനെയെങ്കിലും കൺവേർട്ട് ചെയ്ത് പോസിബിലിറ്റി ആക്കി മാറ്റുക. ഓക്കെ, അപ്പൊ ഇവിടെ മിനിമം ഇനി മുതലെങ്കിലും, നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരു 2 to 3 hours മതിയായിരുന്നു നേരത്തെ പഠനം തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ. പക്ഷേ ഇനി അങ്ങോട്ട് ഡിസംബർ 2 അങ്ങോട്ടേക്ക് പഠിക്കാൻ തുടങ്ങുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മിനിമം 4 to 5 hours നമ്മൾ മാറ്റി വെക്കണം. നിങ്ങൾ മനസ്സിലാക്കുക, 20 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളോട് അന്ന് പരീക്ഷ എഴുതാനായിട്ട് വരുന്നത്. അപ്പൊ അവര് ജയിക്കോ, നിങ്ങൾ ജയിക്കോ? സ്വാഭാവികമായിട്ടും അവര് തന്നെ ജയിക്കുള്ളൂ അല്ലെ. അപ്പൊ അതെല്ലാം നമ്മുടെ മനസ്സിൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ പ്ലാനിങ് എല്ലാം ചെയ്യേണ്ടുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്ന് കരുതുന്നു. സോ അതിനുശേഷം നമ്മൾ അടുത്തതെന്ന് പറയുന്നത് ഒരു 40-20-20 റൂള് നമ്മൾ കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ കുറെ പേരുണ്ട്, എനിക്ക് ഒരു സബ്ജക്ട് ഭയങ്കര പാടാണ്, അതുകൊണ്ട് ഞാൻ അത് തൊടത്തേ ഇല്ല, ഞാൻ അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി സബ്ജക്റ്റുകൾ പഠിക്കാമെന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ കൂടുതൽ വെയിറ്റേജ് കാര്യങ്ങൾ എന്താണ്, ആ സബ്ജക്റ്റുകൾക്കായിരിക്കും വരുന്നത്. ഇനി എനിക്ക് മാത്സ് ഭയങ്കര എളുപ്പമാണ്, അതുകൊണ്ട് ഞാൻ മാത്സ് നല്ല വൃത്തിയായിട്ട് 10 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കും, അല്ലെങ്കിൽ 20 മാർക്കിന് വേണ്ടി ഞാൻ ഇരുന്ന് പഠിക്കും എന്നുള്ള രീതിയിൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നവർ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും പതറിപ്പോകാൻ സാധ്യതയുണ്ട്. അവസാനം മാത്സിന് സമയം കിട്ടാതെ ഔട്ടായി പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു 40-20-20-20 റൂള് കൊണ്ടുവരിക. എന്താണ് ഈ ഒരു റൂൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഓക്കെ ഒരു 40% ഒരു ദിവസം നിങ്ങൾ പഠിക്കുന്നു, ഒരു 40% നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് PSC ചോദ്യപേപ്പറൊക്കെ പരിശീലിക്കുമ്പോൾ മനസ്സിലാകും ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന്. സോ അതിനനുസരിച്ച് നിങ്ങൾ ഒരു 40% ടൈം എന്തിനു വേണ്ടി മാറ്റിവെക്കുക, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന് വേണ്ടി മാറ്റിവെക്കുക. ഓക്കെ, അതിനുശേഷം ഒരു 20% ഒരു മീഡിയം ഇമ്പോർട്ടൻസ്, അതായത് ഒരു 10 ചോദ്യപേപ്പർ നിങ്ങൾ പരിശീലിച്ചപ്പോൾ ഒരു 2-3 ചോദ്യപേപ്പറിൽ മാത്രമേ ആ ഒരു ടോപ്പിക്ക് കണ്ടിട്ടുള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ മീഡിയം കാറ്റഗറിയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. സോ മീഡിയം ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കുകൾക്ക് നിങ്ങൾ അടുത്ത ഒരു 20% ടൈം മാറ്റിവെക്കുക. ദെൻ അടുത്ത ഡിഫിക്കൽട്ട് ടോപ്പിക്, അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. ചിലവർക്ക് ഇംഗ്ലീഷ് ആയിരിക്കാം, ചിലവർക്ക് മലയാളം ആയിരിക്കാം, ചിലവർക്ക് മാത്സ് ആയിരിക്കാം, അങ്ങനെ ഓരോരുത്തർക്കും വേരി ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക് ആ ദിവസം ഒരു 20% നിങ്ങൾ എന്ത് ചെയ്യുക, ആ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ദെൻ 20% റിവിഷന് വേണ്ടി മാറ്റിവെക്കുക. സോ ഒരു ദിവസം നിങ്ങൾ കടന്നു പോകേണ്ടത് ഇതിലൂടെ ആയിരിക്കണം. മനസ്സിലായോ? വെറുതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്ട് മാത്രം പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് മാത്രം പഠിച്ചു വെച്ചിട്ട് നമുക്ക് അതിന് മാർക്ക് കിട്ടത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതിന്
അതിനകത്തൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ നിങ്ങളെ പാർട്ടായിട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ അതിനകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ആൻഡ് അടുത്തത് എന്താണ്, മേക്ക് ഡെയിലി മൈക്രോ ഗോൾസ്. അതായത് നമ്മൾ വലിയ ഗോൾസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമ്മുടെ സിലബസ് അനുസരിച്ച് ഓരോ ടോപ്പിക്കുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. എന്നാൽ അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യുക, മൈക്രോ ഗോൾസ് കൂടി കൊണ്ടുവരിക. അതായത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു ദിവസത്തെ സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കുകയാണ്. ആ സെറ്റ് ആക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇതിനിടയ്ക്കായിട്ടുള്ള ബ്രേക്കുകളിൽ നമുക്ക് എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് വലിയ കാര്യമായിരിക്കും അത് ഒരുമിച്ച് എടുത്ത് പഠിക്കുന്നതിന് പകരം നമ്മൾ കുറച്ച് കുറച്ച് ക്യാപ്സ്യൂൾസ് ആയിട്ട് എടുത്ത് ഓരോ ദിവസങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെ പഠിക്കാം, ഒരു 20 ഇംഗ്ലീഷ് വൊക്കാബുലറി അല്ലേ, നമ്മൾ ഇതിന്റെ ഒരു ബ്രേക്ക് ടൈമിൽ ഒരു 10 മിനിറ്റ് എടുത്ത് ഒരു 20 ഇംഗ്ലീഷ് വൊക്കാബുലറി നമുക്ക് പഠിക്കാം. ഓക്കെ, ദെൻ പ്രീവിയസ് ഡേ റിവിഷൻ ചെയ്യാം. ഇതിനിടയ്ക്കായിട്ട് നമുക്ക് തലേ ദിവസം പഠിച്ച പോർഷൻസ് എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്യാം. ഒരു 25 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ദെൻ ഒരു PSC ബുള്ളറ്റിൻ, ഒരു 50 PSC ബുള്ളറ്റിൻ ചോദ്യങ്ങൾ, ഇതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നിങ്ങളുടെ സമയത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മൈക്രോ ഗോൾസ് എല്ലാ ദിവസവും സെറ്റ് ആക്കുകയാണെങ്കിൽ ആൻഡ് ഫൈനലി ഇതിന്റെ ഒരു റിസൾട്ട്, ഒരു ഔട്ട് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇപ്പൊ കാണുമ്പോൾ അയ്യോ 20 പഠിച്ചിട്ട് എന്ത് കിട്ടാനാണെന്നൊക്കെ നിങ്ങൾ കരുതും. പക്ഷെ 20 വീതം നിങ്ങൾ ഓരോ ദിവസങ്ങളായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100 ദിവസം കഴിയുമ്പോൾ എന്താണ്, അത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും അല്ലെ. സോ അങ്ങനെ നിങ്ങൾ ചെറിയ ചെറിയ മൈക്രോ ഗോൾസ് കൂടി ഇതിന് ഇടയ്ക്കായിട്ട് സെറ്റ് ചെയ്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത് മന്ത്ലി മൈൽ സ്റ്റോൺസ് സെറ്റ് ചെയ്യുക. ഓക്കെ, എന്താണ് ഈ മന്ത്ലി മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിപ്പം ഒരു മാസത്തേക്കുള്ള, നമ്മൾ പറഞ്ഞല്ലോ ഒരാഴ്ചത്തേക്കുള്ള പ്ലാൻ ആണ് നമ്മൾ സെറ്റ് ആക്കിയത്. അങ്ങനെ ഓരോ ആഴ്ചകളും നമ്മൾ സെറ്റ് ആക്കി കഴിയുമ്പോൾ ഒരു മാസം അവസാനിച്ചു, ഡിസംബർ മാസം അവസാനിച്ചു എന്നിരിക്കട്ടെ, ആ സമയത്ത് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുക, നമ്മൾ ഈ മാസം എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ അച്ചീവ് ചെയ്തു, എത്ര PYQs പ്രാക്ടീസ് ചെയ്തു, എത്ര വൊക്കാബുലറീസ് പഠിച്ചു, ഇതിൽ എത്രത്തോളം ഞാൻ കോൺഫിഡൻ്റ് ആണ്, തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ഒന്ന് വിലയിരുത്തുക. അങ്ങനെ വിലയിരുത്തുമ്പോൾ അതുപോലെ ആ ടോപ്പിക്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാമുകളൊക്കെ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എവിടെ നിൽക്കുന്നു, ഇനി എത്രത്തോളം മുന്നോട്ട് കയറി പോകാനായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താൻ പറ്റും. അല്ലാതെ വെറുതെ എല്ലാ ദിവസവും ഇതേപോലെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുന്നു, പഠിക്കുന്നു, റിവിഷൻ ചെയ്യുന്നു, അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മളെ തന്നെ വിലയിരുത്താതെ പോയി കഴിഞ്ഞാൽ അവസാനം എക്സാം കഴിയുമ്പോഴായിരിക്കും അവിടെ ഇരുന്ന് നമ്മൾ ചിന്തിക്കുന്നത്, അയ്യോ ഇതൊക്കെ നേരത്തെ ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു എന്ന്. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ, അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ മാസവും അവസാനം ഒരു ദിവസം നമ്മൾ ഇതിന് ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുത്തതിന് ശേഷം എന്തൊക്കെ നമ്മൾ പഠിച്ചു, എവിടെ എത്തി തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുക. ഓക്കെ, പ്രാക്ടീസ് മോക്ക് ടെസ്റ്റ്. ഇതിനിടയ്ക്കായിട്ട് ആ ടോപ്പിക്ക് ബേസ്, ഇപ്പോൾ നമ്മുടെ ബാച്ചിലൊക്കെ ആണെങ്കിൽ, നമ്മുടെ സ്പെഷ്യൽ ബാച്ചിലൊക്കെ ആണെങ്കിൽ ഒരു 50 ദിവസം കഴിയുമ്പോൾ ആ 50 ദിവസം പഠിച്ച ടോപ്പിക്ക് ബേസ് ചെയ്തുകൊണ്ടൊരു എക്സാം കൊടുക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാകും ഈ 50 ദിവസം പഠിച്ച ടോപ്പിക്കുകളിൽ ഏതാണ് ഞാൻ ബാക്കിലോട്ടുള്ളത്, ഏതാണ് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തത്, ഏതാണ് ഞാൻ ഒന്നും കൂടെ നോക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഇനിയിപ്പോൾ നിങ്ങൾ ബാച്ചിൽ ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു 50 ദിവസം അല്ലെങ്കിൽ ആ ഒരു മാസം നിങ്ങൾ പഠിച്ച പോർഷൻസ് ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാംസുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മനസ്സിലാക്കുക, ആ ടോപ്പിക്ക് നിങ്ങൾ ഒന്നും കൂടി നോക്കണം, ഒന്നും കൂടി വായിക്കണം തുടങ്ങിയ കാര്യം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പോയിട്ട് ആ ഒരു ടോപ്പിക്ക് നല്ലതുപോലെ റിവിഷൻ ചെയ്ത് അങ്ങ് സെറ്റ് ആക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വീക്ക് ഏരിയാസ്, ആ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണ് വീക്ക് ആയിട്ടുള്ളത്, ഏതാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ. എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു മന്ത്ലി ആ ഒരു ടാർഗറ്റ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പ്ലാൻ എ റിവിഷൻ സൈക്കിൾ. കുറെ പേര് ചെയ്യാത്തതും മടി പിടിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് റിവിഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്, റിവിഷൻ ചെയ്ത് എന്റെ സമയം മൊത്തം പോകുന്നു, പഠിക്കാനോ സമയം കിട്ടുന്നില്ല, സിലബസ് കംപ്ലീറ്റ് ആക്കാനേ സമയം കിട്ടുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് റിവിഷന് പോകുന്നത് എന്ന് പറയുന്നത് തെറ്റായ ധാരണയാണ് മക്കളെ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. റിവിഷൻ, നിങ്ങൾ ഒരു 5 ടോപ്പിക്ക്, ഒരു 100 ടോപ്പിക്കിൽ 5 ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ 5 ടോപ്പിക്ക് നിങ്ങൾ റിവിഷൻ ചെയ്യണം. അടുത്തൊരു ദിവസം നിങ്ങൾ റിവിഷൻ ചെയ്ത്
ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ 5 ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ പഠിച്ചു എന്നുള്ള ഒരു ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല, നമുക്ക് മാർക്ക് കിട്ടാൻ പോകുന്നില്ല. നമുക്ക് അവിടെ ആ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ഒരു മാർക്ക് നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ അത് നല്ല വൃത്തിയായിട്ട് റിവിഷൻ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ നമ്മൾ അത്രത്തോളം പെർഫെക്റ്റ് ആകുന്ന രീതിയിലായിരിക്കണം നമ്മൾ റിവിഷൻ ചെയ്യേണ്ടത്. അപ്പോൾ റിവിഷൻ നിങ്ങൾ വിട്ടു പോകരുത്. നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കുന്ന സമയത്ത് റിവിഷൻ വിത്തിൻ 24 hours നിങ്ങൾ റിവിഷൻ ചെയ്യണം. അതായത് ഇന്ന് രാവിലെ മുതൽ ഞാൻ രാത്രി വരെ ഒരു ടോപ്പിക്ക് പഠിച്ചു, അടുത്ത ദിവസം രാവിലെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ തലേന്ന് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചേ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ആഴ്ച കൂടുമ്പോഴും ആ ആഴ്ച പഠിച്ച ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, നല്ല വൃത്തിയായിട്ട് റിവിഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഓരോ മാസം കഴിയുമ്പോഴും ആ മാസത്തിൽ നിങ്ങൾ ഏതൊക്കെ പഠിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. ഇങ്ങനെ വേണം നമ്മൾ റിവിഷൻ പ്ലാൻ ചെയ്യാൻ. അല്ലാതെ എല്ലാ ടോപ്പിക്കും പഠിച്ച് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം എക്സാമിന് മുമ്പായിട്ട് ഞാൻ റിവിഷൻ ചെയ്യാം എന്ന് കരുതിയാൽ നിങ്ങൾക്ക് സമയം കിട്ടാൻ പോകുന്നില്ല. ആ സമയത്ത് ടോപ്പിക്കുകൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ കൂടുതലും ആ പഠിക്കാത്ത ടോപ്പിക്കുകൾക്ക് കോൺസെൻട്രേഷൻ കൊടുക്കും. അവസാനം അതുമില്ല ഇതുമില്ലാത്ത അവസ്ഥയായിട്ട് മാറും. അതുകൊണ്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക മക്കളെ. ഇപ്പൊ നിങ്ങൾക്ക് റിവിഷന് നിങ്ങൾക്ക് ഇച്ചിരി സമയം മാറ്റി വെച്ചാൽ അത് നിങ്ങൾക്ക് നേട്ടമേ ഉള്ളൂ. നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. റിവിഷൻ റിവിഷൻ എവിടെയെങ്കിലും കാണുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കുക, റിവിഷൻ ചെയ്യണം, റിവിഷൻ ചെയ്യണം. മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം, പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ തീർച്ചയായിട്ടും റിവിഷൻ എന്നുള്ളൊരു വാക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഫൈനലി എന്ത് ചെയ്യുക, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, PYQs പ്രാക്ടീസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ഇപ്പം ഒരു ഓൾമോസ്റ്റ് ഒരു 50 to 60% സിലബസ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഒരു മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു PYQ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് കവർ ചെയ്യണം, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തുള്ള ആ ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് അറിയണം. നിങ്ങൾ എന്തെങ്കിലും ടോപ്പിക്കുകൾ പിന്നോട്ടാണെങ്കിൽ അത് തിരിച്ചറിയണം, അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അതിലൂടെ ചെയ്ത് കൊണ്ടുവരാനേ പറ്റുള്ളൂ. ഇപ്പം നമ്മളെ മീറ്റപ്പിനൊക്കെ വരുമ്പോഴത്തേക്കും ടോപ്പ് റാങ്കേഴ്സ് ഒക്കെ റാങ്ക് 1, 2 ഒക്കെ വാങ്ങിച്ചവരെന്ന് പറയാറുണ്ട്, അവർ എൻട്രിയിൽ ലക്ഷക്കണക്കിന് ചോദ്യങ്ങളാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതെന്ന്. അവർ അത്രത്തോളം ആ ഫീച്ചേഴ്സ് എല്ലാം ഉപയോഗിച്ചു എന്നുള്ളതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും അതിനകത്തുള്ള എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. ഇപ്പൊ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമേ ഒരു 10th പ്രിലിംസ് വേണ്ട 10th മെയിൻസിൽ നിന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരിക. ഓക്കെ, അത് കഴിഞ്ഞ് 12th കയറുക. ആൻഡ് ഒരു ഓൾമോസ്റ്റ് ഒരു സിലബസ് കവർ ആകുന്ന സമയത്തേക്ക് നിങ്ങൾ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴത്തേക്കും അതങ്ങ് പെർഫെക്റ്റ് ആയിക്കോളും. കാരണം നമുക്ക് ഇവിടെ പഠിക്കേണ്ട ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് +2ലും അതുപോലെ 10th മെയിൻസിനൊക്കെ പഠിക്കാനുള്ളത്. ഇമ്പോർട്ടന്റ് ആക്സ് ഒക്കെ മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഹിസ്റ്ററി, ജോഗ്രഫി എല്ലാം നമുക്ക് അവിടെ പഠിക്കേണ്ടത് തന്നെയാണ്. സോ അങ്ങനെ 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 ഘട്ടം ഘട്ടമായിട്ട് കയറി വരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ആ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്കൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കാം. ഓക്കെ, ഒരു ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ സെറ്റ് ആക്കാനായിട്ട് പോവുകയാണ്. എൻ്റെ കൂടെ സെറ്റ് ആക്കാം Day 1. ഓക്കെ, Day 1 എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ സിലബസ് ഇരിപ്പുണ്ട്, കറണ്ട് അഫയേഴ്സ് എവിടെ നിന്നൊക്കെ പഠിക്കണം എന്നുള്ള ധാരണയുണ്ട്, കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു രാവിലെ ഒരു 4 മണി തൊട്ട് രാത്രി ഒരു 11 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ടെന്ന് ഇരിക്കട്ടെ. ഓക്കെ, ഒരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ ഫുൾ ടൈം PSCക്ക് വേണ്ടി പഠിക്കുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ. സോ ഇത്രയും സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ കണക്ക് കൂട്ടിയെടുക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന സമയം കറക്റ്റായിട്ട് കണക്ക് കൂട്ടിയെടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളൊരു പ്ലാൻ സെറ്റ് ആക്കുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്ന കാര്യം, ഓക്കെ, രാവിലെ ഡെയിലി ടൈം ടേബിളിനകത്ത് രാവിലെ ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ എന്ത് ചെയ്യുക, തലേന്ന് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ്, പുതിയ ടോപ്പിക്ക് പഠിക്കാനല്ല പോകുന്നത്. ഫ്രഷ് മൈൻഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പ്രീവിയസ് ഡേ പഠിച്ച ആ ഒരു ടോപ്പിക്കുകൾ നമ്മൾ റിവിഷൻ ചെയ്യുന്നു. അതിനുശേഷം ഒരു 5-5:30 ആവുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ഒക്കെ ഈ സമയത്താണ് ലൈവിന് വരുന്നത്. 5:30 നമ്മുടെ മോർണിംഗ് ലൈവ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ ലൈവിലൂടെ ആയിരിക്കും അവർ പഠിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ അല്ലാതെ പഠിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റഡി പ്ലാൻ, നിങ്ങൾ ഏത് ടോപ്പിക്കാണോ ഇപ്പോൾ ടോപ്പിക് 1, ഓക്കെ, നിങ്ങൾ ഏത് ടോപ്പിക്കാണോ എടുത്തിട്ടുള്ളത് ആ ടോപ്പിക്കിന്റെ ഒരു 60% എങ്കിലും ഈ ഒരു 5:30 to 6
6:30 അല്ലെങ്കിൽ 7:30 ഉള്ളിൽ കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് ടൈം ബ്രേക്ക് എടുത്തോളൂ. അതിനുശേഷം ഒരു 10 മണിക്ക് വീണ്ടും ഇരിക്കുക. 10 to 12:30 വരെ നിങ്ങൾ മാത്സോ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ഇതല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുത്തതിന് ശേഷം ഒരു 2 മണിക്ക് വീണ്ടും ഇരിക്കുക. 2 മണിക്ക് വീണ്ടും ഇരുന്ന് ഒരു 4 മണി വരെ ഇരിക്കുക. 4 മണി വരെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ഈ ടോപ്പിക്കിന്റെ ബാക്കി പോർഷൻസ് അവിടെ കംപ്ലീറ്റ് ആക്കുക. ഇതിനിടയ്ക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വൊക്കാബുലറി 20 ചോദ്യങ്ങൾ പഠിക്കാം. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഒരു 10 ചോദ്യങ്ങൾ പഠിക്കാം. അങ്ങനെ ഇങ്ങനെ ഇടയ്ക്കായിട്ട് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം 7:30 to അടുത്തൊരു ടൈം. ഓക്കെ, ഈ സമയത്ത് നമ്മുടെ അടുത്ത ഈവനിങ് ലൈവ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അല്ലാത്തവർ, ലൈവിലൊന്നും ഇല്ലാത്തവർ എന്ത് ചെയ്യാം, ആ സമയത്ത് അടുത്ത ഒരു ടോപ്പിക് വേറെ ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുത്ത് വെച്ചിരുന്ന് പഠിക്കുക. ആൻഡ് ഫൈനലി 9 മണി തൊട്ട് ആ ഒരു ടൈമിൽ നിങ്ങൾ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇന്നലെയും മെനഞ്ഞാന്നും പഠിച്ച ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലോ പെൻഡിങ് ഉണ്ടെങ്കിലോ ഈ സമയത്തൊക്കെ ആയിട്ട് അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഓരോ ദിവസങ്ങളിലും നിങ്ങൾ രാവിലെ പഠിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഡെയിലി പ്ലാൻ സെറ്റ് ചെയ്യണം. എന്നിട്ട് ഓരോ പ്ലാൻ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴും അത് ടിക്കിട്ട് വരാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ രാത്രി ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് എത്രയൊക്കെ കാര്യങ്ങൾ ടിക്ക് ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമുക്ക് അത് കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. ഓക്കെ, ഈ ടിക്ക് ഇടുന്നത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങളിപ്പോൾ സിലബസിൽ ഓരോ ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കുമ്പോഴും നിങ്ങൾ അത് മാർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. അതുപോലെ ടെൻഷനും കൂടും. അയ്യോ, ഇനി ഒരുപാട് പഠിക്കാനുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ടെൻഷനും കൂടും. അത് നല്ലതാണ്. ഓക്കെ, വീണ്ടും പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ടെൻഷൻ നല്ലതാണ്. അല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ടെൻഷന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോ ദിവസവും രാവിലെ പ്ലാൻ സെറ്റ് ആക്കുക. ഓക്കെ, പ്ലാൻ സെറ്റ് ആക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഇനി വീക്ക്ലി പ്ലാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്? വീക്ക്ലി പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഏതൊക്കെ ടോപ്പിക്കുകളാണെന്നുള്ള കാര്യം മാത്രം, മെയിൻ ടോപ്പിക്കുകൾ, നമ്മുടെ സിലബസിലുള്ള മെയിൻ ടോപ്പിക്കുകൾ, ഇപ്പോൾ SCRT ആണെങ്കിൽ SCRT, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പ്ലാൻ ചെയ്യുക. ഇനി ഈ പ്ലാനിനെയാണ് നമ്മൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് പല പല പ്ലാനുകളായിട്ട് ഡെയിലി പ്ലാനിലോട്ട് കൊണ്ടുവന്നത്. സോ ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കുകയാണെങ്കിൽ, അത് കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മക്കളെ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാം. നിങ്ങൾ തന്നെ പിന്നീട് ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യും, ഈ സ്റ്റഡി പ്ലാൻ സെറ്റ് ആയിരുന്നു, ഇങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യും, ഉറപ്പാണ്. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡിസംബർ 22-ന് നമ്മൾ പുതിയൊരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒരു പ്രിലിംസ് കം മെയിൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്പെഷ്യൽ ബാച്ച് ആണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് പഠിക്കണമെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്ത് പഠിക്കാം. അല്ലാതെ ഇങ്ങനെ പഠിക്കണമെങ്കിൽ, സ്വന്തമായിട്ട് പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം. പക്ഷെ സ്വന്തമായിട്ട് പഠിക്കുന്നത് ഇനി ഞാൻ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യത്തില്ല. കാരണം സമയം വളരെ കുറവാണ്. നമ്മൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും പഠിക്കാൻ തോന്നത്തുള്ളൂ. നമ്മൾ അല്ലാതെ വീട്ടിലിരുന്ന് ആരുമായിട്ടൊരു കോമ്പറ്റീഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ ഇരുന്ന് ഒരു പരീക്ഷ എഴുതാതെ വെറുതെ ഇരുന്ന് പഠിച്ചെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും കിട്ടത്തില്ല. പരീക്ഷകൾ എഴുതണം, റാങ്ക് ലിസ്റ്റുകൾ വരണം, അതിനകത്ത് കോമ്പറ്റീഷൻ മൈൻഡ് വരണം, അടുത്ത റാങ്കിലേക്ക് കയറാൻ നോക്കണം. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബാച്ചിൽ നടക്കുന്നത്. സോ അങ്ങനെ കോമ്പറ്റീഷൻ ഉള്ളിൽ വരുമ്പോഴത്തേക്കും, മറ്റുള്ളവരെ തോൽപ്പിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആളിക്കത്തി നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും, അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഇനിയിപ്പോൾ ബാച്ചിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഓരോരുത്തരും, എന്നെ കേൾക്കുന്ന ഓരോരുത്തരും എൻ്റെ സ്റ്റുഡൻറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിസൾട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. മിഷൻ യൂണിക്കോം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സീരീസ് ആണ്. കമ്പനി ബോർഡ് LGS പഠിക്കുന്നവർക്ക് കമ്പനി ബോർഡ് LGSന്റെ ക്യാപ്സ്യൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ അധ്യാപകരും അവരുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ റിസൾട്ടാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിച്ച് എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ദിവസം കാണാം. താങ്ക്